ഇന്ന് നമുക്കുള്ള കേസ് എന്ന് പറയുന്നത് ഒരു റീഫില്ലിംഗ് കേസ് അല്ലെങ്കിൽ ഒരു റിപ്പയർ കേസാണ്. ഇദ്ദേഹം ഒരു 3 വർഷം മുമ്പ് പഞ്ചാബിലെ ഒരു ക്ലിനിക്കിൽ നിന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ്. ഇദ്ദേഹത്തിന് അവർ പറഞ്ഞത് 5000 ഗ്രാഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ഡോണർ ഏരിയയിൽ നിന്നും അതേപോലെ തന്നെ ബിഎഡിൽ നിന്നും മൊത്തത്തിൽ ഒരു 5000 ഗ്രാഫ്റ്റ് എടുത്തിട്ട് ചെയ്തെന്ന് പറയുന്ന ഒരു കേസാണിത്. അപ്പൊ ഇതിൽ നമുക്ക് കാണാം ഈ ഒരു 5000 ഗ്രാഫ്റ്റ് ചെയ്തതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് 5000 ഗ്രാഫ്റ്റ് ചെയ്തു എന്ന് പറയുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 2-3 ദിവസം എടുത്തിട്ടാണ് അദ്ദേഹത്തിന് 5000 ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു 1000 ഗ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഏരിയയിലേക്ക് ചെയ്യാനാണ്. അതേപോലെ തന്നെ നമുക്കിപ്പം എടുത്തു വരുമ്പോഴാണ് ഡോണർ ഏരിയ ഇനി എത്ര കിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഡോണർ ഏരിയ അത്ര ഒരു ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല. എന്നാൽ പോലും ഒരു 2000 ഗ്രാഫ്റ്റോളം കിട്ടാൻ സാധ്യത ഉള്ളതായിട്ടാണ് ഡോണർ ഏരിയ കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് നമ്മൾ സ്കാൽപ്പിന്റെ തലേന്റെ ബാക്കിൽ നിന്ന് ഡോണർ ഏരിയയും അതേപോലെ തന്നെ ബിഎഡും യൂസ് ചെയ്തിട്ട് ഈ ഒരു സിറ്റിങ്ങിൽ പരമാവധി എത്രത്തോളം കിട്ടും നോക്കിയിട്ട് ആ ഒരു കവറേജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കേസ് നമുക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്കം എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് എത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ ഒരു കേസ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം. കൊടുക്കട്ടോ. വരയ്ക്കരുത്, ഇന്ന് റബ്ബ് ചെയ്യരുത്. മെല്ലനെ ഇന്ന് ഉപ്പ് മാത്രം ഒച്ച ഗ്രാഫ്റ്റ് കളിക്കും. ഉപ്പ് മാത്രം ചെയ്യാം. ക്ലിയർ ആയിട്ട് അപ്പുറത്ത് പോയിട്ട് പറഞ്ഞുതരാം. ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ.